ഇലക്ഷന്റെ ചൂടിലും മറ്റേ ശ്രീനന്ദന്റെ മിസ്സിങ് പിന്നെ ശേഷം വന്ന മറ്റേ നിതിൻ രാജിന്റെ ആത്മഹത്യ, അതിലൊക്കെ അധികം അറിയപ്പെടാത്ത ഒരു സംഭവം, അധികം മാധ്യമങ്ങള് ശ്രദ്ധ കൊടുക്കാത്ത ഒരു പീഡന വാർത്തയുണ്ടായിരുന്നു. അത് പൊതു മീഡിയാസൊക്കെ അത് മുക്കി സംഭവം. ആ കേസ് ഓൺലൈൻ മാധ്യമങ്ങളാണ് അത് കൂടുതൽ ശക്തമായിട്ട് ആ വീഡിയോസൊക്കെ പുറത്തു വന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ആ വീഡിയോനെ കുറിച്ചിട്ടാണ്, അതായത് മറ്റേ ഒരു തവണ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അതായത് മറ്റേ ഒരു പെൺകുട്ടി ഒരു ജോലി കിട്ടിയ സന്തോഷത്തില് കൊല്ലത്ത് നിന്ന് മലയാറ്റൂരിലേക്ക് ആ കുട്ടിയും ആ കുട്ടിയുടെ ഒരു ഫ്രണ്ടും ആ ഫ്രണ്ടിന്റെ ഭർത്താവും മറ്റേ 2 കുട്ടികളും കൂടിയിട്ട് ഒരു തീർത്ഥാടന ഇതിൽ പോയി. ആ സമയത്ത് കായംകുളത്ത് ഒരു 12:45 ഏപ്രിൽ 4-ാം തീയതി എത്തുകയും ഒരു ഓട്ടോ അവർ പോയിട്ടുണ്ടായിരുന്ന ഒരു ഡിവൈഡറിൽ തട്ടി ഒരു ആക്സിഡന്റ് ആകുകയും ചെയ്തു. ആ ആക്സിഡന്റ് ആയ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമല്ലോ നാട്ടുകാർ. ആ സമയത്ത് കുറച്ച് പേര് വന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അതില് സിനിൽ സവാദ് പറഞ്ഞ ഒരുത്തനുണ്ട്. വ്യാപാര ഏകോപന സമിതിയിലെ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റൊക്കെയാണ് ഈ കക്ഷി. പേരൊന്നുകൂടി പറയാ, സിവിൽ സവാദ്. ഓക്കെ, ഇദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇയാള് ഈ പെൺകുട്ടി പറഞ്ഞത് കൊല്ലം സ്വദേശി 25 വയസ്സായ യുവതി. ആ യുവതിയെ രക്ഷിക്കുക മറ്റേ ഒരു പെട്ടി ഓട്ടോയിൽ കയറ്റുകയും 2 കുട്ടികളെയും പെട്ടി ഓട്ടോയിൽ കയറ്റിയിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന ഇതില് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇയാള് വളരെ അപമര്യാദയായിട്ട് പെരുമാറി. കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിന്റെ മാറിടത്തിലൊക്കെ ഇയാള് പിടിച്ചു എന്നാണ് പറയുന്നത്. അത് ഒരാളെ അറിയാതെ സ്പർശിക്കുന്നതും അത് വേണം വെച്ച് 3-4 പ്രാവശ്യം ആവർത്തിക്കുന്ന സമയത്ത് ഒരു ഡിഫറൻസ് ഉണ്ടാകുമല്ലോ. അത് വളരെ ക്രൂരമായ രീതിയിൽ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇയാള് 2-3 തവണ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ആക്സിഡന്റിനേക്കാൾ വേദന ഇതായി മാറി. ലാസ്റ്റ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ തന്നെയാണ് ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ആ ഒരു പെയിന്റ് ഇത് മനസ്സിലാക്കിയിട്ട് ആ കേസ് കൊടുക്കാനും മറ്റും പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആ ന്യൂസിനെ കുറിച്ച് കേട്ടോ. കഴിഞ്ഞ 4-നായിരുന്നു സംഭവം. യുവതി സഞ്ചരിച്ച വാഹനം കായംകുളം KPSC ജംഗ്ഷനു സമീപം രാത്രി 12:30-ഓടെ അപകടത്തിൽപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ സംഘത്തിൽ സിനിൽ സവാദും ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ യുവതിയുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചെന്നാണ് പരാതി. സംഭവ ദിവസം തന്നെ യുവതി പരാതി പോലീസിനെ അറിയിച്ചെങ്കിലും നടപടിയെടുത്തില്ലെന്നും വിമർശനം. അപ്പൊ എന്റെ കരച്ചിൽ കേട്ട് ഇവര് വിചാരിക്കണം ഞാൻ ആക്സിഡന്റ് വേദനിച്ചിട്ട് കരയാണെന്നാ. പക്ഷെ പുള്ളി ആ സമയത്ത് പുള്ളിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്നെ ഉപയോഗിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്റെ അടുത്തുനിന്ന് ഡോക്ടർ ഒന്ന് മാറി ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയ സമയത്ത് പുള്ളി നേരെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നടന്ന ഒരു സംഭവത്തിലും തനിക്ക് ഒരു പരാതിയും ഇല്ല, ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടും ഇല്ല, തനിക്കൊരു പ്രശ്നവും. ഇവിടുന്ന് റെഫറൻസ് എടുത്ത് നിങ്ങളുടെ നാട്ടിൽ എവിടാന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചികിത്സിച്ചോണം. പറഞ്ഞ മനസ്സിലായല്ലോ, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോക്കണം. കായംകുളം പോലീസ് ആരോപണ വിധേയന നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു. കായംകുളത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവാണ് സിനിൽ സവാദ്. സംഭവം വിവാദമായതിനു പിന്നാലെ സിനിൽ ഒളിവിൽ പോയി. കേസ് ഒതുക്കി തീർക്കാൻ സിനിൽ ഉന്നത ഇടപെടൽ നടത്തിയെന്നും ആരോപണമുണ്ട്. ഒളിവിൽ തുടരുന്ന സിനിലിനായി പോലീസ് അന്വേഷണം തുടങ്ങി. എന്താ അവസ്ഥ? അതായത് ഒരു പെൺകുട്ടി ഒരു അപകടത്തിൽപ്പെട്ട സമയത്ത് അതിനെ രക്ഷിക്കാനെന്ന വ്യാജേന ഉള്ള ആളുടെ പെർഫോമൻസ് ആണ് കണ്ടത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഒരു 2-3 മാസം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതും ഒരു സവാദ് തന്നെയാണ്. അതായത് ആ ബസ്സിൽ വെച്ചിട്ട് മറ്റേ നല്ല പബ്ലിക്കായിട്ട് ഇല്ല
പബ്ലിക്കായിട്ട് പകല് സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഒരു പെൺകുട്ടിയെ നോക്കി മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇത്. അതിനുശേഷം അവനെ മറ്റേ റിമൈൻഡ് ചെയ്തു. അങ്ങനെ മറ്റേ ഒരു 14 ദിവസം റിമൈൻഡ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം രാഹുൽ ഈശ്വറും മറ്റേ ഈ മെൻസ് സംഘടനയുണ്ടല്ലോ, അതിലെ ആളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ മാലയൊക്കെ വരവേറ്റത്. പിന്നീട് ഇതേ വ്യക്തി എന്ന് പറയുന്നത് ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഒരു KSRTC ബസ്സിൽ മറ്റൊരു പെൺകുട്ടിനെ പീഡന ശ്രമം നടത്തിയിട്ട് ആള് ഓടി രക്ഷപ്പെട്ട രംഗങ്ങൾ നിങ്ങൾ കണ്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം അവസ്ഥകൾ, അതായത് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതൊരു മാനസിക അവസ്ഥയാണ്. ഒരു മാനസിക അവസ്ഥ മാത്രമല്ല, ഒരു മാനസിക രോഗമാണ്. ഓക്കെ, അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാര് ഇങ്ങനെയാണെന്ന് അറിയേയില്ല. അതായത് നമ്മളെ സിനിമയിലൊക്കെ കാണുമല്ലോ, അതായത് ഒരുപാട് താടിയും തലയും അല്ലെങ്കിൽ മറ്റേ മുടിയൊക്കെ ഒരുപാട് വളർത്തിയ ടീമുകളൊക്കെ, അവരൊക്കെ വളരെ ഒരു കഞ്ചാവ് അടിമയാണ്, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കുക. പക്ഷെ ഇത്തരം ആളുകൾ ഇപ്പോൾ പറഞ്ഞ ക്യാരക്ടേഴ്സ്, അതായത് ഈ ലൈംഗിക വൈകൃതത്തിന് ഉടമകളായ ആളുകൾ പകുതി മുക്കാലും വളരെ സുമുഖരായ ആളുകളായിരിക്കും, അല്ലെങ്കിൽ നല്ല ക്ലീൻ ഷേവ് ചെയ്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയ ആളുകളായിരിക്കും കാണുമ്പോൾ. അവര് മറ്റേ ഈ മണിച്ചിത്രത്താഴ് പറഞ്ഞ സിനിമയിൽ കണ്ടിട്ടില്ലേ, എന്താണ് പറയാ, മാടമ്പള്ളിയിലെ ആ ചിത്തരോഗി വളരെ സൈലന്റ് ഇരിക്കുകയാണെന്നല്ലേ, അതുപോലെ സൈലന്റ് ആയിരിക്കും പല രംഗങ്ങളിലും. ഇരുന്ന് ലാസ്റ്റ് അവരുടെ ആ ഒരു ഇത് എപ്പോഴാണ് ഒരു ചാൻസ് കിട്ടുന്നത് പറയുന്ന സമയത്ത് അത് ടക്കുന്നങ്ങട് പുറത്തു വരും. ആ പുറത്തു വന്ന രംഗമാണ് ഇപ്പൊ കണ്ടത്. ഓക്കെ, അവർക്ക് എത്ര കാലമായാലും ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാനേ കഴിയില്ല. അതായത് ഒരു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉടമയാണ്, ഒരുതരം മാനസിക രോഗം പറയില്ല, അതൊക്കെ സ്റ്റാർട്ടിങ്ങില് ചികിത്സിക്കേണ്ട സാധനങ്ങളാണ്. അല്ലെങ്കിൽ ഒരിക്കലും അതൊരു മരുന്നുണ്ടാവില്ല, അത് അറിയൂല ഈ വ്യക്തി എങ്ങനത്തെ വ്യക്തിയാണെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. അതിങ്ങനെ തിരക്കുള്ള ബസ്സിലോ അല്ലെങ്കിൽ ഇതുപോലെ വേലാപുരം നടക്കുന്ന അവിടെയോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അവസാന വേർഷനാണ് ഈ മശാനത്ത് നിന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് മറ്റേ സ്ത്രീകളുടെ ഡെഡ് ബോഡി എടുത്തിട്ട് ബോഹിക്കാന്ന് കേട്ടിട്ടില്ലേ, അതൊക്കെ ഇതിന്റെ അവസാനത്തെ വേർഷനാണ്. അതിൻ്റെയും കൂടി അതേപോലെ തന്നെ അതിൻ്റെ ഒരു മാരകമായ വേർഷനാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോണ മോർച്ചറിയിൽ കൊണ്ടുപോയി കിടത്തിയ ശവങ്ങളിനെ ബോഹിക്കുന്നത്. അത് ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടല്ലോ അല്ലേ, ഹോസ്പിറ്റലിൽ മോർച്ചറിന്ന് മറ്റേ ഇതേപോലെ ഒരുത്തൻ, ഒരു രതി വൈകൃതത്തിന് ഉടമയായ ഒരുത്തൻ എടുത്ത് ശവത്തിനെ ബോഹിക്കുന്ന രംഗങ്ങള്. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് അവരെ തിരിച്ചറിയാനേ കഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കും. കാണുമ്പോഴൊന്നും അറിയേയില്ല, വളരെ സുമുഖരായ എന്താ പറയാ ടിപ് ടോപ്പ് ടീമുകളായിരിക്കും, പക്ഷെ രതി വൈകൃതങ്ങൾക്ക് ഉടമയായിരിക്കും. ഇഷ്ടംപോലെ ഇങ്ങനത്തെ ന്യൂസുകൾ എന്താ പറയാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് എവിടെ പോയാലും ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറിക്ക് കിടക്കുന്ന സമയത്ത് പോലും സ്ത്രീകൾക്ക് ഒരു രക്ഷയും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മോർച്ചറിക്ക് കിടക്കുമ്പോഴെങ്കിലും കുറച്ചൊരു എന്താ പറയാ സമാധാനത്തോടെ കിടക്കാന്നൊരു പഴയൊരു ചൊല്ലുണ്ടല്ലോ, അതായത് മരിച്ചു കഴിഞ്ഞാലാണ് എല്ലാറ്റിൽ നിന്നും ഒരു മോചനം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള രതി വൈകൃതത്തിന് ഉടമകളായ ആളുകള് ചത്തു കഴിഞ്ഞാലും ചിലപ്പോ എന്ത് കിട്ടില്ല, ഒരു സമാധാനം തരില്ല, അവിടെയും കിടന്ന് ഉപയോഗിക്കുന്നത് കണ്ടില്ല. അപ്പൊ ഇതുപോലെയുള്ള സവാദന്മാര് ആലോചിച്ച് നോക്ക്, ഒരു എത്ര ഒരു മാനസിക വൈകല്യമാണെന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരാൾ ആക്സിഡന്റില് കിടക്കുന്ന സമയത്ത് ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് അതില് എന്താ പറയാ മറ്റ് ലൈംഗിക ചേഷ്ട വികാരത്തോട് കൂടിയിട്ട് അവരെ മറ്റേ ഉപദ്രവിക്കുക എന്ന് പറയുന്നത്. അവരൊക്കെ എന്താ പറയാ സ്പോട്ടിൽ അവരിനെയൊക്കെ കയ്യോ കാലോ ഒടിച്ചിടുന്നതാണ്. ഒന്നാമത് ഇങ്ങനെയുള്ള രതി വൈകൃതത്തിനുള്ള ആളുകളുടെ മെയിൻ ശിക്ഷ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ പ്രാകൃത ശിക്ഷകളിനൊക്കെ നമ്മൾ ഒരുപാട് കുറ്റം പറയാറുണ്ട് അല്ലേ. അതായത് മറ്റേ അറബ് രാജ്യങ്ങളിലെ തലവെട്ടലും അത് ലിംഗവും അംഗവയ ഛേദിക്കലും അതൊക്കെയായിരുന്നല്ലോ പ്രാകൃത ശിക്ഷാവിധികള്. നമ്മളത് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കുറ്റങ്ങളൊക്കെ കാണുന്ന സമയത്താണ് നമ്മൾ ശരിക്കും അന്നത്തെ ശിക്ഷാവിധിയാണ് നടപ്പിലാക്കേണ്ടത് മനസ്സിലാകുന്നത്.
അതായത് ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട ആളുകള് അല്ലെ അത് അവസാന മാരക വർഷം ആയതിനു ശേഷമാണ് അത് പുറത്തു വരുന്നത്. ഇതൊക്കെ തുടക്കം മുതൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ പ്രായങ്ങളിൽ തന്നെ ഇതിങ്ങനെ വന്നിട്ടാണ് ഏറ്റവും അവസാനം പുറത്ത് വരുന്നത്. അതിനു മുമ്പ് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഇത് ചികിത്സിച്ച് ഭേദമാക്കിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും ഒരു മരുന്നൊന്നുമില്ല. അപ്പൊ ഒന്ന് അവനെ ശിക്ഷിച്ചു കഴിഞ്ഞാലും അവനെ പിടിച്ച് ഒരു 4-5 കൊല്ലം ജയിലിലിട്ട് കഴിഞ്ഞാലും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ തെറ്റന്നെ ആവർത്തിക്കും. നിങ്ങൾ കണ്ടിട്ടില്ല ചില മനോരോഗികള് ഈ ബലാത്സംഗം കേസിലൊക്കെ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന പോക്സോ കേസിൽ പെട്ട ആളുകള് അവര് പിന്നീട് വന്നു കഴിഞ്ഞാൽ ആ ശിക്ഷാവിധി കഴിഞ്ഞു കഴിഞ്ഞാലും അവര് വീണ്ടും വന്നിട്ട് അതേ തെറ്റ് തന്നെ ആവർത്തിച്ചിട്ടുണ്ടാവും. ഇതിന് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രാകൃത ശിക്ഷാരീതി തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. എക്സാമ്പിള് വന്നിട്ട് ലിംഗം ഛേദിക്കുക, അല്ലെങ്കിൽ 22 ഫീമെയിൽ കോട്ടയം പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ? അതില് എന്താ പറയാ റിമ കല്ലിങ്ങില് ഫഹദ് ഫാസിലിനെ കിടത്തണ കാണാ. അതായത് സാധനം എണീക്കാൻ പറ്റില്ല, കുറച്ച് പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ആക്കിയിട്ട് വേണം ഈ ടീമുകളിലൊക്കെ ഇങ്ങനെ ലൈംഗിക കേസുകളിൽ 100% കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകളെ അങ്ങനെ ചെയ്യേണ്ടത്. അവരുടെ ഒന്നുകിൽ ലിംഗം ഛേദിച്ച് കളയുക, അല്ലെങ്കിൽ തളർത്തി വിടുക. ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രം കുറച്ചെങ്കിലും രക്ഷപ്പെടാം അല്ലേ? ഇതുവരെയുള്ള ഇപ്പൊ നമ്മളെ ഈ പുറത്ത് പറയുക എന്ന് പറയുന്നത് അപ്പൊ അതില് ഒരു 100 കേസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 500 കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പറയുള്ളൂ. ഓക്കെ, പുറത്ത് പറഞ്ഞാലുള്ള ആ കോൺസിക്വൻസസ് ഭവിഷ്യത്തുകൾ നമുക്കറിയാം അല്ലേ? അവരെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായത് കൊണ്ട് അവർക്ക് വളരെയേറെ ഹറാസ്മെന്റ് ആയിരിക്കും. അതായത് നാട്ടിൽ നിന്നും എല്ലായിടത്തും ഇര എന്ന് പറയുന്നത് പ്രതിയായി മാറും. അതിലും 2 ആളുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അമ്മനെ തല്ലിയാലും 2 കൂട്ടര് നാട്ടിലുണ്ടാവും പറഞ്ഞ പോലെ അതിലും 2 കൂട്ടരുണ്ടാവും, 2 വർഷം പിടിക്കാൻ ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെല്ലാം തരണം ചെയ്തിട്ടാണ് അവര് കേസ് കൊടുക്കുന്നത്. അപ്പൊ കേസ് കൊടുക്കാൻ വരുന്ന ആളുകള് ഈ 500 പേര് 1000 പേര് പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അതിൽ ഒരാൾ മാത്രമേ വരാറുള്ളൂ കേസിന്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കിയാൽ മാത്രമേ അതിൽ നിന്ന് കുറച്ചെങ്കിലും മോചനം കിട്ടുകയുള്ളൂ. ഓക്കെ. വ്യാപാര വ്യവസായ ഏകോപന സമിതി നേതാവ് സിനിൽ സവാദിനെതിരെ കേസ്. വാഹനത്തിൽ കയറ്റുന്നതിനിടെ അതിക്രമം ഉണ്ടായതായി കൊല്ലം സ്വദേശിയായ 25-കാരിയാണ് പരാതി നൽകിയത്. മനീഷ് മഹിമാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ഇതെന്താണ് സംഭവം? വാഹനാപകടത്തിൽ പരിക്കേറ്റൊരു രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിൽ പോലും ലൈംഗിക താല്പര്യത്തോടുകൂടി കടന്നുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. എന്താണ് ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്? കേസെടുത്തിട്ടുണ്ടോ മനീഷ് മഹിമാൻ? അരുൺകുമാർ, ഈ സംഭവത്തിൽ കായംകുളം പോലീസ് പരാതി ലഭിച്ചതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് കേസ് എടുത്തിട്ടുണ്ട്. ഈ സംഭവത്തെ പറ്റി കായംകുളം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ 4-ാം തീയതി രാത്രി അർദ്ധരാത്രിയാണ് 12:45 തന്നെ ആ സമയത്ത് കൊല്ലം സ്വദേശികളായിട്ടുള്ള ഈ പരാതിക്കാരിയായ പെൺകുട്ടി 25-കാരിയാണ്. 25-കാരിയുടെ കൂട്ടുകാരിയുടെ ഭർത്താവും 2 മക്കളും ഓട്ടോറിക്ഷയിൽ കൊല്ലത്ത് നിന്നും മലയാറ്റൂർ പോയി. മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ കായംകുളത്ത് ദേശീയപാതയുടെ KPSC ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് ഇവരുടെ ഓട്ടോ ഒരു ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത്. ആ സമയത്ത് ഈ അപകടം കണ്ട് ഓടിയെത്തിയതാണ് കായംകുളത്തെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സിനിൽ സവാദ് അടക്കമുള്ള 3-4 ആളുകൾ. ഇവർ മറ്റൊരു പെട്ടി ഓട്ടോറിക്ഷയിൽ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെയും ഈ കൊച്ചുകുട്ടികളായ 2 കുട്ടികളെയും പെട്ടി ഓട്ടോയിലേക്ക് കയറ്റി. ഈ സമയത്ത് പെൺകുട്ടിയെ ഓട്ടോയിലേക്ക് കയറ്റുന്ന സമയത്ത് കക്ഷത്തിലൂടെ കൈയിട്ട് പെൺകുട്ടിയെ വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ മാറിടത്തിൽ സ്പർശിച്ചു എന്നാണ് പോലീസ് നൽകിയ പരാതി. 2-3 തവണ സ്പർശിച്ചു എന്ന് പോലീസിൽ പരാതിയിൽ പറയുന്നു. പക്ഷേ പോലീസ് ഇയാളെ ആദ്യഘട്ടത്തിൽ വിളിച്ച് ചോദ്യം ചെയ്തു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ ഉണ്ടായതാണ്, മനഃപൂർവ്വമായി സ്പർശിച്ചതല്ല എന്നാണ് ഇയാളുടെ പരാതി. പക്ഷേ പോലീസിനെ പെൺകുട്ടിയുടെ പരാതിയിൽ മേൽ കേസെടുക്കേണ്ട രീതിയാണ് അത്. ആ രീതിയിൽ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നോട്ടീസ് നൽകി ഇയാളെ വിട്ടയച്ചു. 10 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകൾക്ക് പോലീസിന് സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം നൽകാൻ സാധിക്കും. നിലവിൽ ഈ കേസിൽ രഹസ്യ മൊഴി അടക്കം എടുക്കേണ്ടത് കോടതിയാണ്. പരാതിക്കാരിയാണ് കോടതിയിൽ അപേക്ഷ കൊടുത്ത് രഹസ്യമൊഴി എടുക്കേണ്ട കോടതിയാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും മതിയായ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി. നിലവിൽ 354, 354A IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ സിനിൽ സവാദിന്റെ കേസെടുത്തത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നത് സിനിൽ സവാദ് കായംകുളത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാവാണ്. വ്യാപാരി വ്യവസായി സംഘടനകളിൽ തന്നെയുള്ള ചില
ചില പ്രശ്നങ്ങളുണ്ട്. ചില കുടിപ്പകകളുടെ ഭാഗമായി ഈ പരാതിക്കാരായ പെൺകുട്ടിയുടെ മറ്റൊരു ബന്ധു ഈ രീതിയിൽ വ്യാപാരി വ്യവസായത്തിലെ ഒരു നേതാവാണെന്നും അതിനുവേണ്ടി മനഃപൂർവ്വമായി കൊടുക്കാൻ പോയി എന്നുള്ളൊരു പരാതി, ഒരു ആക്ഷേപമുണ്ട്. പക്ഷെ അതിനൊന്നും അടിസ്ഥാനമോ എന്തെങ്കിലും തരത്തിൽ സ്ഥിരീകരണമോ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. കായംകുളം പോലീസ് എന്താണെങ്കിലും സംബന്ധിച്ച് കേസെടുത്ത് ഇയാളെ നോട്ടീസ് നൽകി വിട്ടയച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ ഒരു 2-3 മാസം മുമ്പ് ഇതുപോലെ ആംബുലൻസ് ഡ്രൈവർ ഇതുപോലെ 1-2 കേസുകളിൽ പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ട് ഈ മോർച്ചറി, അതുപോലെ പോസ്റ്റ്മോർട്ടം ടേബിളിന്റെ അവിടുന്ന് ഈ മശാനത്ത് നിന്ന് മറ്റേ ശവം തോണ്ടിയിട്ട് ബോധിച്ചിട്ട്, അപ്പൊ അങ്ങനെയുള്ള കുറെ രതി വൈകൃതങ്ങളെ അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ലെവലാണ് ഈ ബസ്സിൽ തോണ്ടുക, അല്ലെങ്കിൽ വേലാപൂരം കാണാൻ പോകുന്ന സമയത്ത് പിച്ചുക, മാന്തുക, ചെറുതായിട്ട് പിടിക്കുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിന്റെ സ്റ്റാർട്ടിങ് ലെവലാണ്. ഈ സ്റ്റാർട്ടിങ് ലെവലിൽ നിന്നാണ് ഇവര് ഏറ്റവും അവസാനം ഒരു ചത്ത ശവങ്ങളെ ബോധിക്കുന്ന ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ശരിക്കും മരുന്നൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തില്. ഇപ്പൊ അത് എന്ത് ചികിത്സിച്ചിട്ടും മാനസിക ആശുപത്രി കൊണ്ടിടാ കുറച്ച് മരുന്ന് കൊടുക്കാമെന്ന് മാത്രം. പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ ലിംഗം ഛേദിക്കുക തന്നെയാണ് ഇതിനുള്ള യഥാർത്ഥ മരുന്ന് എന്ന് പറയുന്നത്. അതായത് ഈ ടീമുകളൊക്കെ, ഇതിൽ പെടുന്ന ടീമുകളൊക്കെ വളരെ മാന്യനായ വ്യക്തിയായിരിക്കും. ഇപ്പൊ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഇയാളുടെ ജോബ് നോക്കുന്ന സമയത്ത് മറ്റേ അവിടുത്തെ കായംകുളത്തിലെ എന്താ പറയാ വ്യാപാര ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ്, എത്ര മാന്യമായ പണിയില് മറ്റേ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഇയാളിങ്ങനെ ഒരു ഇതില് വളരെ സ്വതന്ത്രമായിട്ട് ഒരു പെൺകുട്ടിനെ പീഡിപ്പിക്കാൻ ഇയാള് നിന്നുണ്ടെങ്കിൽ ഇയാൾ എത്ര എണ്ണത്തിനെ പീഡിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാളുടെ കുടുംബത്ത് ഇയാളുടെ മറ്റേ ഉമ്മ, മറ്റേ അക്ക, അല്ലെ ചേച്ചിമാര്, അനിയത്തി, അല്ലെ ഭാര്യ, മകള് ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ എങ്ങനെയാണ് അവർ സുരക്ഷിതമായിട്ട് ഇരിക്കുക? അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ന്യൂസുകള് ശരിക്കും പുറത്തു കൊണ്ടുവരിക അവരെ പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ വ്യക്തികൾ ഇങ്ങനത്തെയാണെന്ന് സമൂഹത്തിനടുത്ത് വിളിച്ച് പറയുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ ആളുകളെ പുറത്ത് കാണുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഇത് ഇന്ന വ്യക്തിയാണ്, അപ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു വിചാരം വരും അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നത്. അതായത് ഇങ്ങനത്തെ ഇത് തൽക്കാലത്തിനെങ്കിലും മാടമ്പള്ളിയിലെ മാനസിക രോഗി കുറച്ചെങ്കിലും ശാന്തമായി ഇരിക്കുമല്ലോ. എന്ന് പറയാം, ആളുകൾ പുറത്ത് പല മാനസിക രോഗികളും മെയിനായിട്ട് ശിക്ഷിക്കപ്പെടില്ല, അല്ലെങ്കിൽ നിയമത്തിൽ പെടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആ ഒരു സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് അവർ ഇതിൽ ഇടപെടുന്നത്. എന്ന് പറയാ അവർ വിചാരിച്ചു ഇപ്പൊ അതില് സവാദിന്റെ കേസിൽ തന്നെ, അതായത് ഈ പെൺകുട്ടിനെ അവിടെ രാത്രി ഒരു 11:45-12 മണി ടൈമിലേ അപ്പൊ രക്ഷാപ്രവർത്തനം നടന്ന ഇടയിൽ കൂടെ 2 പിടുത്തം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി പുറത്ത് പറയില്ല എന്നാണ് ഇയാള് വിചാരിച്ചത്. അവിടെ വെച്ചിട്ട് തന്നെ ഇയാള് ആശുപത്രിന്റെ അവിടെ വെച്ചിട്ട് തന്നെ അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതിപ്പോ നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഇവിടുന്ന് വേഗം ഡിസ്ചാർജ് ചെയ്ത് പോക്കോ, ആർക്കും നിങ്ങൾക്കും പ്രശ്നമില്ല, എനിക്കും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് തടിതപ്പിയുണ്ട്. അപ്പൊ അയാൾക്ക് ഇത് വ്യക്തമായിട്ട് അയാൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ധാരണ അയാൾക്ക് വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിയെ വളരെ ബോൾഡായിട്ട് നിന്നു. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അവിടെ 10 കൊല്ലത്തില് കുറഞ്ഞ ശിക്ഷയായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തില് വിട്ടയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അവിടെ മൊത്തം സെൻസേഷൻ ആയി. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് കേസെടുക്കേണ്ടി വന്നു. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിലാണ് മറ്റേ ശ്രീനന്ദയുടെ തിരോധാനവും മറ്റേ എന്താ പറയാ നിതിന്റെ ആത്മഹത്യയൊക്കെ വന്ന സമയത്ത് ഈ കേസ് അങ്ങോട്ട് അടിപ്പെട്ടു. പിന്നെ പൊതു മാധ്യമങ്ങളിൽ ഇതൊന്നും അധികം ചർച്ച ചെയ്യുന്നേ ഇല്ല. ശരിക്കും ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള രതി വൈകൃതമുള്ള ആളുകളെയൊക്കെ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയും നല്ലൊരു ടോപ്പിക്കുമായി, ചിന്തിക്കുന്ന ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.